നല്ല ബനാന ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ കായത്തൊണ്ട് കൊണ്ട് ഒരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഏത്തക്കായുടെ തൊണ്ടും വൻപയറും ഇട്ടിട്ടൊരു മെഴുക്കുവരട്ടിയാണ്. ഒലത്താണ്, നല്ല ഹൈലി ന്യൂട്രീഷ്യസും ആണ്. അത് ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തൊണ്ട് കളയരുത്. ഇപ്പോഴത്തെ ജനറേഷൻ അത് അറിയില്ല. പക്ഷെ അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതേ ആ ഏത്തക്കൊലയിൽ നിന്ന് ഓരോരോ കഷ്ണമായിട്ട് അമ്മ അടത്തിയെടുക്കുകയാണ്. ഇതിൻ്റെ അറ്റം രണ്ടും കളഞ്ഞിട്ട് കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് അമ്മ വരയുന്നത്. അതിൻ്റെ തൊലി നമുക്ക് കളയണം. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇങ്ങനെ കുറേശ്ശെ വരഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കണം. കണ്ടോ? ഈ തൊലി നമുക്ക് കളയണ്ട, ഇതും നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഏത്തക്കായുടെ തൊലിയും പയറും കൂടി ഇട്ട് ഒലത്തും തോരൻ വെക്കുകയൊക്കെ ചെയ്യും. നല്ല ന്യൂട്രീഷ്യസുമാണ്, നല്ല ടേസ്റ്റുമാണത്. നമ്മൾ കായ ഉപ്പേരിക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ള ആ തൊണ്ടാണിത്. ഇത് വെച്ചിട്ട് ഞാൻ 2 ഡിഷ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതിങ്ങനെ തന്നെ തോരൻ വെക്കാം, പിന്നെ വൻപയറിട്ടിട്ട് ഒലത്താം. അപ്പോൾ അതേ അമ്മ അതിനെ ഇനി ചെറുതായിട്ടൊന്ന് അരിയാൻ പോവുകയാണ്. ഇത് വളരെ കുഞ്ഞതായിട്ട് അരിയണം. അരിയുന്നത് മാത്രം പോലെ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ? നല്ല കുഞ്ഞതായിട്ട് അരിയുക ഇതുപോലെ. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ കറികളാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊന്നും അറിയത്തില്ല. അവർ വേണമെങ്കിൽ മിക്കവാറും ഈ തൊണ്ടൊക്കെ എടുത്ത് കളയും. പക്ഷെ നല്ല ന്യൂട്രീഷ്യസുമാണ്, നല്ല ടേസ്റ്റുമാണിത്. അരിയുന്ന രീതി തന്നെ നോക്ക്, നല്ല രസമായിട്ട് അമ്മ അരിയുന്നുണ്ട്, നല്ല കുഞ്ഞതായിട്ട്. ഇനി ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിത് കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ വാഴക്കയുടെ തൊണ്ടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അതിൻ്റെ കൂടെ തന്നെ വൻപയർ ഒന്ന് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് രണ്ടും കൂടെ വേണം മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിതിനെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഇതിനെ ഒന്ന് വേവിച്ച് എടുക്കണം. നമ്മുടെ കായത്തൊണ്ടും വൻപയറും കൂടെ ഒലത്താനായിട്ട് ഞാനിത് ചതച്ചാണ് എല്ലാം ചേർക്കുന്നത്. ഒലത്താനുള്ളതിന് സാധനങ്ങൾ, അതായത് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, വെളുത്തുള്ളി ഒരു 10 എണ്ണം, കുരുമുളക് 1 ടീസ്പൂണ്, കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് കല്ലിൽ വെച്ചൊന്ന് ഒതുക്കിയിട്ട് വേണം ഇതിനെ ഒലത്തിയെടുക്കാനായിട്ട്. കായത്തൊണ്ടും വൻപയറും കൂടെ ഒലത്തിയത് ഉണ്ടാക്കാനായിട്ട്. ആദ്യം കല്ലിൽ വെച്ച് നമുക്ക് കുരുമുളക് ഒന്ന് ചതയ്ക്കണം. എന്നിട്ട് വേണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കും. കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നതിന് വേറൊരു സ്വാദാണ്. അത് ഒലത്തി വരുമ്പോഴും നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നല്ല നമ്മുടെ കേരള രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നാടൻ വിഭവമാണല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ആ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും എല്ലായിടത്തോട്ടും കിട്ടിക്കോളും. നമ്മൾ ആ പ്രഷർ കുക്കറിൽ പയർ വേവിച്ചു. അതിൻ്റെ കൂടെ തന്നെ ആ കായത്തൊണ്ട് ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കലത്തിലോട്ട് മാറ്റാം. എന്നിട്ട് വേണം ചതച്ച മുളകും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ചതച്ച കുരുമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് നമുക്കതിനെ ഉലത്തി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ? വൻപയറും കായത്തൊണ്ടും പറ്റിച്ചതും. ഇപ്പം നമ്മൾ വൻപയർ പറ്റിച്ചതും ആ കായത്തൊണ്ടും എല്ലാം കൂടെ പറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒലത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉരുളിയിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചതച്ച് ആ കുരുമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കായത്തൊണ്ടും വൻപയറും കൂടെ ഒലത്താനായിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ.
കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, വെളിച്ചെണ്ണയിൽ ആ ചതച്ച കുരുമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കിച്ചണിലൊക്കെ. ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷസാണ്. അപ്പം പറ്റുന്നവർ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ പച്ചക്കായുടെ ടേസ്റ്റ് തന്നെ ഉണ്ട്. നല്ല ഫ്രഷ് കായും ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ ലൈറ്റ് ബ്രൗണായി വരുന്നുണ്ട് ചതച്ചതൊക്കെ. ഇനിയിപ്പോൾ ഞാനിതിനകത്ത് ചതച്ച മുളക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വീട്ടിൽ തന്നെ ചതച്ചെടുക്കുന്നതാണ്. മുഴുവൻ മുളക് വാങ്ങിച്ചിട്ട് ചതച്ചത്. അപ്പം ചതച്ച് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പറയും കംപ്ലീറ്റ് പൊടിയല്ലാതെ എല്ലാ സ്പൈസസൊക്കെ ക്രഷ് ചെയ്ത് ചേർത്താലാണ് അതിൻ്റെ കൂടുതൽ സ്വാദ് കിട്ടുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നാടൻ രീതിയിൽ ഞാനത് ക്രഷ് ചെയ്ത മുളക് പൊടി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്, ചതച്ച മുളക്. അപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ച വൻപയറും ഇതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഉരുളി തന്നെ കിടന്ന് നന്നായിട്ട് ഉടഞ്ഞു വരും. പച്ചക്കായുടെ തൊണ്ടും പയറും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതാണ് നമ്മളിങ്ങനെ ഉലക്കിയെടുക്കുന്നത്. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതേ ഉരുളി കിടന്ന് നമ്മുടെ ഒലത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. വൻപയറും ഇതിൻ്റെയൊക്കെ വെള്ളം കുറച്ചുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. വറ്റി വന്ന് നല്ല ഒലന്ന് എടുത്ത് കഴിയുമ്പോൾ ഞാനിതിന് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.